നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ പ്രവൃത്തികൾ കണ്ട് ലോകം മുഴുവൻ ചിരിക്കുകയാണ്. അതിനെ ഭിക്ഷ അല്ലാന്ന് പറഞ്ഞ് നീയും ചിരിച്ചു തള്ളുന്നു. നോക്ക്, കണ്ടു നോക്ക്. ഇപ്പൊ സോഷ്യൽ മീഡിയാസ് മുഴുവൻ നിന്റെ വാർത്തയാണ്. ദാ ഇന്നത്തെ ചൂടുള്ള വാർത്ത നിങ്ങളെ കണ്ട ദൃശ്യങ്ങൾ തന്നെയാണ്. ഒരു ചോദ്യം മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. ലീഡിംഗ് ബിസിനസ്മാനായ ഗൗതം ഗോപിനാഥിന് എന്താണ് സംഭവിച്ചത്? ഭാര്യയും കൂട്ടി തെരുവിലിറങ്ങി പിരിവെടുക്കാനും മാത്രം അയാളെ എന്തായിരിക്കാം മാറ്റിയത്? കണ്ടല്ലോ, തൃപ്തിയായല്ലോ. വാർത്തകൾ വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇതെന്താ ഗൗതം ന്യൂസ് ഇങ്ങനെ? അത് നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്തതല്ലേ. ചില ഓൺലൈൻ മീഡിയക്കാർ ഇങ്ങനെയാണ്. റീച്ചിന് വേണ്ടി അവർ വാർത്തകൾ വളച്ചൊടിക്കും. വാർത്തകൾ വളച്ചൊടിച്ചോ നേർവഴിക്ക് കൊണ്ടുപോയോ എന്നുള്ളതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഈ നാണക്കേടിന് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക്? എന്താ ഗൗതം ഇത്? സത്യത്തിൽ എന്താ ഉണ്ടായത്? ഇതൊക്കെ മോശമല്ലേ? അയ്യോ അച്ഛാ, ഞങ്ങൾ ഈ പിരിവിനിറങ്ങിയത് നല്ല കാര്യത്തിന് വേണ്ടി. എന്ത് നല്ല കാര്യം? കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കി വെക്കുന്നതാണോ നല്ല കാര്യം? അമ്മേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് ഞങ്ങൾ ചെയ്ത് തെറ്റാണോന്ന് തീരുമാനിക്കേ. നിധിയുടെ സ്കൂളിൽ ഒരു കെട്ടിട നിർമ്മാണത്തിന് വേണ്ട ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് CK ചന്ദ്രബോസ് ആയിരുന്നു. നിധിയോടുള്ള വൈരാഗ്യത്തിന് അയാൾ അത് പെട്ടെന്ന് നിർത്തിവെച്ചപ്പോൾ സ്കൂൾ PTA അത് ജനകീയമായ സഹായത്തോടെ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. ജനകീയമായി പണം സ്വരൂപിച്ച് അതിന്റെ പണി പൂർത്തിയാക്കാനാണ് അവർ തീരുമാനിച്ചത്. ഞാനും ടീച്ചേഴ്സും പേരൻസും കുട്ടികളും എല്ലാവരും ചേർന്ന് റോഡിൽ നിന്ന് ജനങ്ങളിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുമ്പോൾ ഒന്നും അറിയാതെയാ ഗൗതം ആ വഴിക്ക് വന്നത്. നല്ല കാര്യമല്ലേന്ന് കരുതി ഗൗതവും ഞങ്ങളുടെ ഒപ്പം ചേർന്നു. അതിന്റെ വീഡിയോ ആണ് ഇപ്പൊ പ്രചരിക്കുന്നത്.